ഞാൻ ഇസ്ലാം മത വിമർശനം തുടങ്ങുന്ന സമയം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇസ്ലാമിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ആക്ഷേപം, ഇസ്ലാം മനുഷ്യരെ പ്രാഥമികമായിട്ട് രണ്ടായി തിരിക്കും. മാനവികത എന്നൊരാശയം ഇസ്ലാമിന് തീർത്തും അന്യമാണ്. ഇസ്ലാം പ്രാഥമികമായി മനുഷ്യരെ രണ്ടായി തിരിക്കും. അത് വിശ്വാസി അവിശ്വാസി എന്നാണ്. പല ഘട്ടങ്ങളിലും അവിശ്വാസികൾ അപ്പാടെ ഇസ്ലാമിന് ശത്രുപക്ഷത്താണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുകയോ ഇസ്ലാം ശരിയാണ് എന്ന വസ്തുത അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാം ശരിയല്ല എന്ന് വിമർശനം ഉന്നയിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയോ ഇസ്ലാമിനകത്തുള്ള നിയമങ്ങളെ ചോദ്യം ചെയ്യുകയോ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ വിമർശനാത്മകമായിട്ട് സമീപിക്കുകയോ ഒക്കെ ചെയ്യുന്നവർ പൊതുവിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന രീതിയിലാണ് പരിഗണിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇസ്ലാമിൽ മുസ്ലിങ്ങളും ഇസ്ലാമിന്റെ ശത്രുക്കളും മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ഉള്ളത് ഇസ്ലാമിനോട് ഹൃദയം കൊണ്ട് ഇണങ്ങിയവർ ആണ്, ഹൃദയം കൊണ്ട് ചേർന്ന് പോകുന്നവർ, ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സംരക്ഷണയിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധികാരം, ഇസ്ലാമിന്റെ അധീശത്വം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അതിന് കീഴൊതുങ്ങി വേറെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ. ഈ അവസ്ഥകളൊക്കെയാണ് ഇസ്ലാം പൊതുവിൽ അംഗീകരിക്കുന്നത്. യഹൂദ നസാറാക്കൾ എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. മുഷിരിക്കുകൾ എന്ന് പറയുന്നത്, ഷിർക്ക് അല്ലെങ്കിൽ മുഷിരിക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട, ഏറ്റവും കഠിനമായ ദൈവത്തിന്റെ ശത്രുക്കളായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൽ അള്ളാഹുവിന് പങ്കുകാരായിട്ട് മറ്റു ദൈവങ്ങളെ അല്ലെങ്കിൽ കുട്ടി ദൈവങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതാ സങ്കല്പങ്ങളെ കൂടെ ചേർക്കുക എന്ന ഷിർക്കാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റ്. അപ്പൊ ഷിർക്ക് ചെയ്യുന്ന ഷിർക്കും മുഷിരിക്കുകളും അതേപോലെ തന്നെ യഹൂദ നസാറാക്കളും, അതായത് ജൂത ക്രിസ്ത്യാനികളും ഷിർക്ക് ചെയ്യുന്ന ആളുകളും, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിന് ശത്രുപക്ഷത്ത് നിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന് ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രു എന്ന സമീപനം മാത്രമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയുമ്പോൾ ചില വകഭേദങ്ങളും ചില കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ ഈ ഭാഗം വേണമെങ്കിൽ അടർത്തിയെടുത്തിട്ട് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കാം, അതിനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ പ്രാഥമികമായിട്ട് ഇസ്ലാം മനുഷ്യരെ രണ്ടായി തിരിക്കും. ഒന്ന്, ഇസ്ലാമിനെ അംഗീകരിച്ചവർ, അതായത് സത്യവിശ്വാസികൾ. രണ്ട്, ഇസ്ലാമിനെ അംഗീകരിക്കാത്തവർ, അതായത് സത്യനിഷേധികൾ. ഈ സത്യനിഷേധികളിൽ ആളുകളെ പല ഗ്രേഡിൽ തിരിക്കും. അത് മുശ്രിക്ക് ഉണ്ടാവും, കാഫിർ ഉണ്ടാവും, അതേപോലെ തന്നെ യഹൂദ നസാറാക്കൾ വേറെ ഉണ്ടാകും, മജൂസികൾ വേറെ ഉണ്ടാകും, മുർത്തദുകൾ വേറെയുണ്ട്, മുനാഫിക്ക് വേറെയുണ്ട്. ഇങ്ങനെ കുറെ കാറ്റഗറി ഈ കാഫിറുകളുടെ ഗണത്തിൽ ഉണ്ട്. ഇതിലൊരു പ്രശ്നം, ഇസ്ലാമിന് ലോകത്ത് അധീശത്വം ഉണ്ടാവുക എന്നതും അള്ളാഹുവിന്റെ ദീൻ ഭൂമിയിൽ പൂർത്തീകരിക്കുക എന്നതും ഓരോ മുസ്ലിമിന്റെയും കടമയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വേർഷൻ നമ്മുടെ ഇടയിലുണ്ട്. അത് ഇസ്ലാമിനകത്തുള്ളതാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് അതവിടെ പ്രാവർത്തികമാക്കിയതാണ്. മുഹമ്മദ് നബി എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ ജീവിതത്തിൽ ഇസ്ലാം പകർത്തണമെന്നും മുഹമ്മദ് നബിയുടെ അനുചരന്മാർ എങ്ങനെയാണോ ഇതിനെ കൈകാര്യം ചെയ്ത് അതേ രീതിയിൽ തന്നെ ഇതിനെ പിന്തുടരണമെന്നും വാദിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ, അല്ലെങ്കിൽ വഹാബി മൂവ്മെന്റ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ സമാധാനം കെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് അവർക്ക് ഇസ്ലാമിനെതിരെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമികമല്ലാത്ത എല്ലാം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ സ്നേഹം, വെറുപ്പ്, ഇത് രണ്ടും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പൊ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും സാഹോദര്യം കൽപ്പിക്കുകയൊക്കെ ചെയ്യപ്പെടുന്ന ഇസ്ലാമിക ലോകത്തിന്, പൊതുവിൽ മുസ്ലിം ലോകത്തിന് ഗുണകരമാകുന്നതിനെയൊക്കെ സ്നേഹിക്കുക, അവരോട് സഹായിക്കുന്നവരെ സ്നേഹിക്കുക. ആ ഉമ്മത്തായി എന്നതിന്റെ പേരിൽ, ആ മതത്തിലായി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മതത്തെ അംഗീകരിച്ച ആൾ എന്ന രീതിയിൽ ഒരാളെ സ്നേഹിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹത്തിലായി. അള്ളാഹുവിന്റെ ദൈവികത അംഗീകരിക്കാത്ത, ഇസ്ലാമിനെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഷിർക്ക്, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ജൂതൻ എന്ന രീതിയിലൊക്കെ അവരുടെ വിശ്വാസവുമായിട്ട് പോകുന്ന ഇസ്ലാമിനെ പരിഗണിക്കാത്ത ആളുകൾ, അവരെ വെറുക്കുക എന്നത് ഇസ്ലാമിന്റെ സമീപനമാണ്. അപ്പൊ വെറുപ്പും സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഇസ്ലാമിനകത്തുണ്ട്. അതിലൊരു പ്രശ്നമാണ് പ്രാർത്ഥനകളിൽ ഈ നിരക്ഷര കുക്ഷികളായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞിരുന്ന കുറെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ പലതും ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് പ്രാർത്ഥിക്കാനോ ഉച്ചരിക്കാനോ പാടില്ലാത്ത അത്രയും വർഗീയമായിട്ടുള്ള പരാമർശങ്ങളാണ്. അത്തരം ഒരു പരാമർശം ഞാൻ ഇസ്ലാം മത വിമർശനം തുടങ്ങുന്ന സമയം മുതൽ പറയുന്നതാണ്, പലപ്പോഴായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരു 3 വർഷം മുൻപ് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഒരു വിശകലനത്തിന്റെ സമയത്ത് ശാപപ്രാർത്ഥനകൾ, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ മാത്രമല്ല, പല ആൾക്കാരും അത് പിന്നീടും അതിന് മുൻപ് അതിന് ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ, എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു ഭാഗം, ഇത്തരം പ്രാർത്ഥനകൾ നമുക്കിടയിൽ ഉണ്ട് എന്നും അത് ശരിയല്ല എന്നും അത് പ്രാർത്ഥിക്കുന്നതിന്റെ
അതിന്റെ ഒരു സാങ്കത്യത്തെ മുസ്ലിം സമൂഹം തന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പരാമർശം നടത്തിയിരുന്നു. ഒരു 3 വർഷം മുൻപ് ഞാൻ നടത്തിയിട്ടുള്ള ആ ഒരു ഭാഗം അതൊന്ന് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശബ്ദവും ബാക്കി കാര്യങ്ങൾ ഓഡിയോ വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ഓക്കേന്നോ ഒരു തംസ് അപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് പൊതുവിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളെ പണ്ഡിതന്മാർ പറ്റിക്കുന്നത്, നുണ പറയുന്നത്, ഒരു ഉളുപ്പില്ലാതെ പണ്ഡിതന്മാർ വിശ്വാസികളോട് കളവ് പറയുന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ ഇന്ന് എടുത്തു വെക്കും. നമ്മുടെ നാട്ടിലുള്ള സുന്നി വിശ്വാസധാരയിൽപ്പെട്ട പ്രത്യേകിച്ച് AP സുന്നികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ പണ്ഡിതന്മാരിൽ ഒരാളായിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു നുണയനാണോ, അതോ പേരോടിന്റെ ഉസ്താദായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാർ ഒരു വിവരം കെട്ടവനാണോ? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഇതിവൃത്തം. അതുകൊണ്ട് വിശ്വാസികൾ സൂക്ഷ്മമായിട്ട് വീഡിയോ കാണണം. ഇതിലേതാണ് ശരി, ഇല്ലെങ്കിൽ ഏതാണ് പേരോട് നുണ പറഞ്ഞതാണോ അതോ കാന്തപുരത്തിന് വിവരമില്ലാത്തതാണോ എന്നാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ഇദ്ദേഹം ഇതോ അല്ലെങ്കിൽ ഇതിനനുബന്ധമായിട്ട് മറ്റു ആളുകളൊക്കെ പറഞ്ഞതോ ഒക്കെ ചേർത്ത് എന്തോ ആവാം, ഞാൻ ഈ വിഷയത്തിൽ മുൻപ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. അതിൽ കേൾക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഒരു കാലത്ത് ഇസ്ലാം മതത്തിലായിരുന്നവരും ആ പ്രാർത്ഥനാ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന ആളുകൾ, ഖുതുബക്ക് പോകുന്ന ആളുകൾ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവരൊക്കെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്ന, ഇപ്പോഴും കേൾക്കുന്ന, ഒരുപക്ഷെ ഇന്നലെയും കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅദ്ദീൻ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്സത്ത്, അവരുടെ ആത്മാഭിമാനം, അവരുടെ അഭിമാനം, അഭിവൃദ്ധി അതുണ്ടാവണമേ എന്നും ഇസ്ലാമികേതരമായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകളെ നീ അപമാനിതരാക്കണമേ എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഇസ്ലാമിന്റെ എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കണേ, അള്ളാഹുവിന്റെയും ദീനിന്റെയും വിശ്വാസികളുടെയും ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കണേ എന്നാണ്. അവരവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവരെ അപമാനിതരാക്കണമേ, അവർക്ക് എന്താ പറയുക, അപമാനം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്വന്തം സഹജീവികൾക്ക് അപമാനം വരുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നത് ഏത് തരം മനോനിലയാണ് എന്ന് ആലോചിച്ച് നോക്കാം. ദമ്മിർ അഅദാഅനാ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു തകർത്ത് കളയുക എന്നതിന് വേറൊരു പ്രയോഗം ഇസ്ലാമിൽ അറബിയിലില്ലാന്ന്. അത്രയും മാരകമായിട്ടുള്ള പ്രഹരം കൊണ്ട് നശിപ്പിച്ച് നാമാവശേഷമാക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയും നിങ്ങളുടെ സമാധാന ആഹ്വാനവും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത് ആലോചിച്ച് നോക്കാം. അത്തരം പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്ന മുറയ്ക്ക് ആ ഭാഗം പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെടാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം എന്നാണ് എന്താ പറയുക, കുറച്ചുകൂടിയൊക്കെ ഒരു മാനവിക ബോധമുള്ള വിശ്വാസികളോട് പറയാനുള്ളത്. നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കണം. അത് ചെയ്യാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ് എന്നവരോട് പറയാൻ നിങ്ങൾക്ക് കഴിയണം. കുറേ ആളുകൾക്ക് ഇതിന് അറബിയൊന്നും അറിയാത്തത് കൊണ്ട് അതങ്ങനെ കേട്ട് തലയാട്ടി ആമീൻ പറഞ്ഞു പോരുന്നതാണ്. അപ്പോൾ എത്ര മാരകമായിട്ടുള്ള പ്രാർത്ഥനകളാണ് നിങ്ങൾ കൂട്ടമായ പ്രാർത്ഥനകളിൽ ആമീൻ പറഞ്ഞു വിട്ടുകൊടുക്കുന്നത് എന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കണമെന്നാണ് കാര്യത്തിൽ പറയാനുള്ളത്. ഇതാണ് ഞാൻ അന്ന് ഒരു 3 വർഷം മുൻപ് ചെയ്ത വീഡിയോയിൽ. അതിന് മുൻപ് ക്ലബ് ഹൗസിലൊക്കെ ഞാൻ ഇതേ ഭാഗം ഞാൻ ചില കാര്യങ്ങളിൽ എടുക്കുകയും അതിൽ ഊന്നുകയും ചെയ്യാറുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഷിർക്ക് ചെയ്യുന്നവരെയും മുശ്രിക്കുകളെയും ഷിർക്കിനെയും നശിപ്പിക്കണമേ എന്ന് ഓരോ വെള്ളിയാഴ്ചയും പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഷിർക്ക് മുശ്രിക്ക് എന്നതിനൊക്കെ മദ്രസ പാഠങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഖുറൈശികളിലേക്ക് കണക്ട് ചെയ്ത് മാത്രം അറിയാവുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും, അതായത് വദില്ല ഷിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവരിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ പള്ളിയിൽ വെള്ളിയാഴ്ച പോകുന്നു, ഖുത്ബ ഇരിക്കുന്നു, ഖുത്ബയിൽ കുറെ അറബിയിൽ പ്രഭാഷണം നടത്തുന്നു. ആ പ്രഭാഷണത്തിന്റെ ഒടുവിൽ പ്രവാചകന്റെയും ഖുലഫാ റാഷിദീങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞ് അവരുടെ പേരിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് വീണ്ടും ഒരു കൂട്ട പ്രാർത്ഥനയിലേക്ക് പോകുന്നു. അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മഗ്ഫിറത്തിന്, മർഹമത്തിന് എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടാനും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവാനും കരുണ ഉണ്ടാവാനും ഒക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിന് വേണ്ടി നന്മ പ്രാർത്ഥിച്ച് ഇതിന് ശേഷം മുസ്ലിങ്ങൾക്ക്, ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഷിർക്കിനെയും അതേപോലെ തന്നെ മുശ്രിക്കുകളെയും അവരെ അപമാനിതരാക്കണമേ, അവരെ നിന്ദ്യരാക്കണമേ, അവരെ കീഴ്പ്പെടുത്തി തരണമേ എന്ന് പല അർത്ഥത്തിൽ പരിഗണിക്കാവുന്ന അതില് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നത് എന്തിനാണ്? ഇതെന്ത് തരം മനോനിലയാണ് എന്ന് മാത്രമല്ല, വദമ്മിർ അഅദാക വഅഅദാദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശത്രുക്കളെയും അതേപോലെ തന്നെ ദീനിന്റെ ശത്രുക്കളെയും നീ തകർത്ത് കളയണമെന്നാണ്. ആ തകർക്കുക എന്ന് പറഞ്ഞാൽ അത് നിലംപരിശാക്കുക തന്നെ, തകർത്ത് തരിപ്പണമാക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോ ഈ ഒരു പ്രാർത്ഥനയെ കുറിച്ചുള്ള വിമർശനങ്ങൾ നിരന്തരമായിട്ട് ഇസ്ലാം മത വിമർശകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. വിശ്വാസികളിൽ നിന്ന് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പോ
നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കണ്ടെത്തിയ ഒരു ന്യായം, പേരോട് ഉസ്താദ് നിങ്ങൾക്ക് അറിയാം, അതായത് യുക്തിവാദികളെ പ്രസംഗം കേൾക്കരുത്, ഓലെ വീഡിയോ കാണരുത്, ഓലെ വിളിക്കുന്നിടത്തേക്ക് പോകരുത്, ഓലെ ഫേസ്ബുക്ക് നോക്കരുത്, വാട്സപ്പ് നോക്കരുത്, സ്റ്റാറ്റസ് നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കണ്ണും മൂക്കും ചീറ്റിയ ഒരു വീഡിയോ നമ്മൾ ഇതിനകം പരീക്ഷിച്ചിട്ടുണ്ട്. മീൻസ് അത് നമ്മൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇപ്പൊ അതിന് കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രം, ഇതിങ്ങനെ ആൾക്കാർ ചർച്ചയായപ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും എന്നായപ്പോൾ, തെറ്റിദ്ധാരണ എന്നല്ല, ആളുകൾ സത്യം മനസ്സിലാക്കും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെറുങ്ങനെ ഒന്ന് പ്ലേറ്റ് മറിച്ചിട്ടു. പക്ഷെ അത് മറിച്ചിട്ടല് ഒരു ഒന്നൊന്നര മറിച്ചിടലായി പോയി. അത് നമുക്കൊന്ന് കേൾക്കാം. ആമുഖമായിട്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ വെള്ളിയാഴ്ച പള്ളി ഖുതുബകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന തെറ്റാണ്. അതൊരു ശരിയല്ലാത്ത പ്രാർത്ഥനയാണ്, അത് വിവരക്കേട് കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്നൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ഒരാൾ തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഇമ്പാക്ട് എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ധാരാളമാണ്. അതായത് ഇസ്ലാം മത വിമർശകർ ഇസ്ലാമിനകത്ത് പള്ളിക്കകത്ത് ഖുതുബകളിൽ, വെള്ളിയാഴ്ച ജുമുഅയുടെ ഖുതുബകളിൽ പ്രാർത്ഥിക്കുന്ന, സുന്നി മുജാഹിദ് ജമാഅത്ത് വ്യത്യാസമല്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശകലത്തെ വിമർശന വിധേയമാക്കുമ്പോൾ ആ പ്രാർത്ഥന ശരിയല്ല, അത് പെശകാണ് എന്നും തുറന്നു സമ്മതിക്കുകയും കുറ്റസമ്മതം നടത്തുകയും, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല, നമുക്ക് ഖുറാനിലുള്ള വേറെ നല്ല നല്ല പ്രാർത്ഥനകൾ മതി, നമുക്ക് ഇവർക്കൊക്കെ നന്മ ഉണ്ടാവാനും ഹിദായത്ത് കിട്ടാനും പ്രാർത്ഥിച്ചാൽ മതി എന്നൊരാൾ ഏറ്റു പറയുമ്പോൾ ഞാൻ അതിനെ ഒരു പോസിറ്റീവ് നോട്ടിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായല്ലോ. പേരോട് ഉസ്താദ് അത് പറയുമ്പോൾ ശരിയാണ്, നമ്മളെ ചുറ്റുമുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ജനതയുടെ വിശ്വാസത്തെയും അവരെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സമൂഹം എന്ന നിലയിലൊക്കെ അവരെ നിന്ദ്യരാക്കണമേ എന്നും അവരെ അപമാനിതരാക്കണമേ എന്നും അവരെ താഴ്ത്തിക്കെട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ പേരോട് പറയുമ്പോഴെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ തുറന്നു പറച്ചിലും ഏറ്റുപറച്ചിലും ആത്മാർത്ഥമല്ല എന്നും അത് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു കളവ് പറച്ചിൽ മാത്രമായിരുന്നു എന്നുമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ നുണ പറയുന്നത്? അതായത് നമ്മൾ കാലങ്ങളായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്, അതിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട്, നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, നമ്മളത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ്, ഒരു ഏറ്റുപറച്ചിൽ, അതുവഴി നമ്മൾ ആ പ്രാർത്ഥന ഒഴിവാക്കണം എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുക, അതാണ് സത്യസന്ധമായ വഴി. അതിനു പകരം ഞങ്ങൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല എന്ന് നുണ പറയുന്നത്, പണ്ഡിതന്മാർ എന്ന് വിളിക്കുന്ന നിങ്ങൾ സത്യം മാത്രം പറയുന്നവരും അൽ അമീൻ എന്ന പ്രവാചകന്റെ, അൽ അമീൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന പ്രവാചകന്റെ അനുയായികളായിട്ട് അദ്ദേഹത്തോടുള്ള ഹുബ്ബ് കൊണ്ട് അദ്ദേഹത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന മൂല്യന്മാരാണ് എന്നിരിക്കെ അങ്ങനെ അവകാശപ്പെടുന്ന നിങ്ങൾ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നത് ഉചിതമാണോ എന്നതാണ് ചർച്ച. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള 2-3 ചെപ്പടി വിദ്യകൾ, അതിന്റെ വസ്തുതകൾ, ഇതിന്റെ അടിയാധാരം എന്നിവയൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് പരിശോധിക്കുന്നത്. വിശ്വാസികൾ വൈകാരികതയൊക്കെ മാറ്റിവെച്ചിട്ട്, ഒട്ടും വൈകാരികമല്ലാതെ വിശ്വാസികൾ കുറച്ച് ഒരു യുക്തിബോധത്തോടെ, ചിന്തയോടുകൂടി, ഒരു സഹജീവികളോടുള്ള സഹാനുഭൂതി നിലനിർത്തിക്കൊണ്ട് ഈ പ്രാർത്ഥനാ ഭാഗവും അതിന്റെ വിശദീകരണവും ഇപ്പൊ ഉസ്താദ് പറയുന്ന ഈ വാദവും അതിന്റെ സത്യാവസ്ഥയും ഒക്കെ ഒന്ന് കേൾക്കാൻ തയ്യാറാവണം. തെറ്റുപറ്റാം, മനുഷ്യർക്ക് തെറ്റുപറ്റാം, മതങ്ങളിൽ തെറ്റായ പ്രശ്നങ്ങളുണ്ട്, സ്വാഭാവികമാണ്. ഒരു കാര്യം നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഉടനടി തിരുത്തുക, അതിൽ നിന്ന് പിൻവലിക്കുക, അത് ഖേദം പ്രകടിപ്പിക്കാനാണെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുക, അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യാനാണെങ്കിൽ ചെയ്യുക. ഇതാണല്ലോ ഒരു മാന്യമായ രീതി. എന്തായാലും തെറ്റാണ്, അത് ശരിയല്ല എന്ന് ഉസ്താദ് സമ്മതിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയ ഒരു ഫിത്തന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ നമ്മള്. അവനെ പോലത്തെ ഏതോ വിവരം കെട്ട ഒരു ദ്വാരലുണ്ട് നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത്, സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ വാദം. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല. അല്ലാഹു മഅ്ഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ അല്ലാഹു മദമ്മിർ അഅദാന വഅദാക വഅദാദ്ദീൻ എന്ന പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ഞങ്ങൾ സാധുക്കൾ, ഞങ്ങൾ ഈ ലോകത്താകെ നന്മ ഉണ്ടാവണേ, എല്ലാവർക്കും പഠിച്ചവനെ ഹിദായത്തിന് വെളിച്ചം കൊടുക്കണേ എന്ന നിഷ്കളങ്കമായ, സ്നേഹനിർഭരമായ, സഹാനുഭൂതി തുളുമ്പുന്ന പ്രാർത്ഥന മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ എന്ന് ഈ പറയുന്ന പേരോട് ഉസ്താദ് പറയുമ്പോൾ ഞാൻ വിശ്വാസികളോട് ചോദിക്കുകയാണ്, ഇതെന്റെ ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോ വിശ്വാസിയും ഇത് കേട്ട് ഇതിന് മറുപടി പറയണം. പേരോട് ഉസ്താദ് പറഞ്ഞത് പ്രകാരം ഈ തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും ഞങ്ങൾ ആരും പ്രാർത്ഥിക്കാറില്ല എന്ന് പറയുന്നത് ശുദ്ധമായ കളവല്ലേ? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ ലോകത്ത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ
ഏതെങ്കിലും ഒരു ഖുതുബയില് ഈ പ്രാർത്ഥന കേൾക്കുകയോ ആമീൻ പറയുകയോ ചെയ്തിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ? എന്ന് പറഞ്ഞാൽ സാർവലൗകികമായി എല്ലാ ലോകത്തും, മീൻസ് ഇസ്ലാമുള്ള എല്ലായിടത്തും, എല്ലാ ഖുതുബകളിലും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പൊതുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആണ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അത് പ്രാർത്ഥിക്കുന്നതിന് ഇവർക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. കാരണം അള്ളാഹു ഖുർആനിൽ തന്നെ മുശ്രിക്കുകളെയൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശം കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്നാണ് ഖുർആനിന്റെ വാദം. ബഹുദൈവ ആരാധകർ അശുദ്ധരാകുന്നു, നജസാണവർ എന്ന് ഖുർആൻ പറയുന്നു. അത്തരം ആളുകളെ അപമാനിതരാക്കണമേ, അവരെ നീ ഇകഴ്ത്തണമേ, നിന്ദ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു മുസ്ലിമിന് ഒരു മടിയുണ്ടാവില്ല. അർത്ഥം അറിഞ്ഞാലും മടിയൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് പക്ഷെ അത് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. സഹോദര സമുദായങ്ങളെ അപമാനിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഉചിതമല്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ, പ്രത്യേകിച്ചും എന്ന് തിരിച്ചറിയുന്ന ഒരു മൊലിയര് അത് തിരുത്തുകയും അത് പിൻവാങ്ങുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ആ പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല എന്ന് പൊതുവിൽ നിലപാടെടുക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം ഞങ്ങളാരും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല എന്ന പച്ച നുണ പറയുന്നത് എന്തിനാണ് പേരോട് ഉസ്താദെ? എന്നിട്ട് അദ്ദേഹം മറ്റൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഈ പറയപ്പെടുന്ന പ്രാർത്ഥന വിവരമില്ലാത്ത ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ അതിന് പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിവരമില്ലാത്ത പണ്ഡിതന്മാരുടെ ഗണത്തിൽ എണ്ണിയ രണ്ടാൾക്കാരെ ഞാൻ പ്രാഥമികമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവിടെയാണ് പേരോട് നുണ പറയുകയാണോ, ഈ വരുന്ന രണ്ട് ഉസ്താദുമാർക്ക് വിവരമില്ലായ്മയാണോ, അവർ വിവരം കെട്ടവരാണോ എന്ന് വിശ്വാസികൾ ഉസ്താദുമാരോട് തന്നെ ചോദിച്ച് തീരുമാനിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ, നിങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ചയിലും വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് വെറുതെ തട്ടുംപുറത്തിരുന്ന് സൊറ പറഞ്ഞിരിക്കുന്നതിന് പകരം ഖുതുബ ശ്രദ്ധിക്കുകയും ഖുതുബയിലെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും ചെയ്ത വിശ്വാസികളാണെങ്കിൽ ഇവിടെ പേരോട് പറഞ്ഞ നുണയാണോ, അതല്ലെങ്കിൽ പേരോട് പറഞ്ഞതിന് പ്രകാരം എ പി അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾക്ക് വിവരക്കേടുള്ളത് കൊണ്ടാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോ വിശ്വാസികളും നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ്. നിങ്ങൾ ആരോട് പറയണ്ട, നിങ്ങളോട് തന്നെ ചോദിക്കുകയും നിങ്ങൾ അതിന് ഉത്തരം തേടുകയും വേണം. നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഉസ്താദുമാരോട് ചോദിക്കണം, ഇതിൽ ആരാണ് എ പിക്ക് വിവരക്കേടാണോ അതോ നമ്മുടെ പേരോട് നുണ പറയാണോ എന്ന്. എന്റെ വാദം ഞാൻ പറയാം, പേരോട് ശുദ്ധമായ നുണ പറഞ്ഞതാണ്, പേരോട് നുണയനാണ് ഈ കാര്യത്തിൽ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ, ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശ്രിക്കാൻ, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയ ഒരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പൊ ഒരു കേവലമായി ഞങ്ങൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല എന്ന് നുണ പറയുക മാത്രമല്ല, ഇത് വഹാബികൾ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ്, ഇത് സുന്നികളെ ചീത്ത വിളിക്കാൻ വേണ്ടി, സുന്നികളും ശിർക്ക് ചെയ്യുന്നവരാണെന്നൊരു ആക്ഷേപം അവർക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മുജാഹിദുകൾ, ഇവിടുത്തെ പുത്തൻവാദികൾ, ബിദ്അത്തുകാർ ഉണ്ടാക്കിയ പ്രാർത്ഥനയായിരിക്കാനാണ് സാധ്യത എന്ന ഉപനുണയും കൂടി പറയുകയാണ്. ആദ്യത്തെ നുണക്ക് വിശ്വാസ്യത ഉണ്ടാവാൻ വേണ്ടി കേട്ടോണ്ടിരിക്കുന്ന വിശ്വാസികൾ, എല്ലാ ആഴ്ചയിലും പള്ളിയിലെ അറബിയിലെ ഖുതുബക്ക് പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന വിശ്വാസികളുടെ മനോനിലവാരത്തെ, അവരുടെ ഭൗതിക നിലവാരത്തെ പരിഹസിച്ചുകൊണ്ട്, അവരുടെ ഓർമ്മയെ പരിഹസിച്ചുകൊണ്ട്, അവരുടെ ആത്മാഭിമാനത്തെ, അവരുടെ വ്യക്തിത്വത്തെ പരിഹസിച്ചുകൊണ്ട് അവരെ ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഉപനുണ പറയുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ നുണന്റെ മുകളിൽ ഒരു കുഞ്ഞു നുണ. എന്താണത്? അത് മുജാഹിദുകൾ സുന്നികളെ തകർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എന്തോ പ്രാർത്ഥനയാണ്. ഏതോ വിവരം കേട്ട മൊലിയന്മാര് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് മുജാഹിദുകൾ ഉണ്ടാക്കിയാണ്, നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. എന്നാൽ അങ്ങനെയാണോ? നമുക്ക് രണ്ട് പ്രാർത്ഥനകൾ കേൾക്കാം. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദുആണ്ട്, ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്, നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്. അത്തരം ദുആകളാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാത്ത ദുആകൾ അല്ല നടത്തേണ്ടത് എന്ന് കൂടുതൽ അറിവില്ലാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടി അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ തെറ്റിദ്ധാരണക്ക് വകയുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യാൻ. ആ തിരിച്ചറിവ് നല്ലതാണ്. അതായത് നമ്മൾ നല്ലോണം ആലോചിക്കണം. ഖുർആനിൽ അങ്ങനെ പലതും ഉണ്ടാവും, ഹദീസിൽ പലതും ഉണ്ടാവും, അദ്കാറുകളുടെ കിതാബ് വാങ്ങിയാൽ പ്രാർത്ഥനകളിൽ പലതും ഉണ്ടാവും, ഖുതുബയുടെ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ പലതും ഉണ്ടാവും, ഉസ്താദുമാർ പലതും പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ട് പഠിക്കരുത്. ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഇതര മതസ്ഥർക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇത്തരം വൃത്തികെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവ്, വിവരക്കേട് കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർത്തണം, നമുക്ക് കുറച്ചുകൂടി നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന തിരിച്ചറിവ് വളരെ നല്ലത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ആ തിരിച്ചറിവിനെ മൂടി വെക്കാൻ വേണ്ടി അത് തിരിച്ചറിവല്ലെന്നും അത് വേറെ ആരോ ചെയ്യുന്ന അബദ്ധം മാത്രമാണെന്നും ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നും
വിവരം കെട്ട ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുതിട്ടോ എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്ന പേരോട് ഞാൻ നേരത്തെ പറഞ്ഞ 2 വിവരം കെട്ടവന്മാരെ, പേരോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 വിവരക്കേടന്മാരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, കണ്ടോളി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത്, സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. اللهم أعز الإسلام وانصر المسلمين اللهم أذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. കേട്ടല്ലോ, പേരോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ എല്ലാവർക്കും ഹിദായത്ത് കിട്ടണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, പിന്നെ ഏതെങ്കിലും വിവരം കെട്ടവന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അതിന് പണ്ഡിതന്മാർ ഉത്തരവാദിയല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച 2 പേര് AP ഉസ്താദ് മീൻസ് പേരോടിനെ സംബന്ധിച്ച് വിവരം കെട്ടവരാണോ അല്ലേ? അല്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ പറയൂ, ഈ 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചവർ വിവരം കെട്ടവരാണോ, വിവരമില്ലാത്തവരാണോ, അതോ പേരോട് കളവ് പറഞ്ഞാണോ? ഇതാണ് ചോദ്യം. വിശ്വാസികൾ കമന്റ് ബോക്സിൽ വെറുതെ നിലവിളിക്കണ്ട, ബാക്കിയൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ പേരോട് നുണ പറഞ്ഞതാണോ അതോ APക്കും ഈ പേരോടിന്റെ ശൈഖിനും വിവരമില്ലാത്തതാണോ? ഈ 2-ൽ-1 നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പേരോട് നുണ പറഞ്ഞതാണോ APക്ക് വിവരമില്ലാത്തതാണോ? നിങ്ങളുടെ ഉത്തരം എന്താണ്? നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുത്. അത് നിങ്ങൾ കമന്റ് ചെയ്യും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, അവിശ്വാസികളായിട്ടുള്ള എല്ലാവരും അവരവരുടെ അഭിപ്രായം എഴുതൂ, നമുക്ക് നോക്കാം. ഈ 2 ചോയ്സ് നിങ്ങൾക്കുള്ളൂ. ഒന്നുകിൽ APക്കും മറ്റേ ശൈഖിനും വിവരമില്ല, അല്ലെങ്കിൽ പേരോട് നുണയനാണ്. ഈ വിഷയത്തിൽ പേരോട് നുണ പറഞ്ഞു. ഈ 2-ൽ-1 ഉറപ്പാണ്. സത്യത്തിൽ പേരോടിന് തിരിച്ചറിവുണ്ടാവുകയും എന്നാൽ ആ തിരിച്ചറിവ് പ്രകടിപ്പിക്കാനുള്ള സത്യസന്ധതയും ആത്മാർത്ഥത ഇല്ലാതാവുകയും അതുകൊണ്ട് നുണ പറയുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രാർത്ഥന അങ്ങനെ പേരോട് പ്രാർത്ഥിക്കാത്തതല്ല, പേരോട് ഇത് പ്രാർത്ഥിച്ചതിന് ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട്. പേരോടിന്റെയും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെയും ഒക്കെ വയലുണ്ടാകുമ്പോൾ എത്ര ദൂരെയാണെങ്കിലും നമ്മൾ സൈക്കിൾ എടുത്തും അല്ലാതെയും നടന്നും ഒക്കെ പോയി കേട്ടിരുന്ന ഒരു കാലം നമുക്കുണ്ട്. സുന്നി ആദർശത്തിൽ നിൽക്കുന്ന സമയത്ത് അത് APK പ്രശ്നം പോലും നമ്മൾക്ക് അന്ന് തലി കയറൂലായിരുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ പിന്നെ അത് മാത്രമല്ല, പേരോടും അതേപോലെ തന്നെ ഹുസൈൻ സലഫിയും തമ്മിലുള്ള നാദാപുരം ഖണ്ഡനമാണ് എന്നെ പുറത്തോട്ടുള്ള വഴിയിലേക്ക് നയിച്ചതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേരോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നത്തെ ആ പ്രാർത്ഥനയുടെ ഓഡിയോ CD കാസറ്റോ ഒക്കെ ഇപ്പൊ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പൊതുവിൽ പേരോടിന്റെ രീതി എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ ചെറുങ്ങനെ പ്രാർത്ഥിക്കുകയും കൂടെ ഇരിക്കുന്ന ബക്കറ്റിലേക്ക് പൈസ വാങ്ങിയിടാൻ വേണ്ടി മുസാഫഹത്തിന് വേണ്ടി ഇരുന്ന് കൊടുക്കുകയും ചെയ്യുന്ന കലാപരിപാടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഒരുപക്ഷെ പേരോട് ഉസ്താദ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഈ പ്രാർത്ഥന പബ്ലിക്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. എന്നാൽ അതിനർത്ഥം നിങ്ങൾ ആരും പ്രാർത്ഥിക്കാറില്ല, ഇങ്ങനെ ഇസ്ലാമിൽ പ്രാർത്ഥനയില്ല, നമ്മളെ മൂല്യന്മാരൊന്നും പ്രാർത്ഥിക്കാറില്ല എന്നൊരു വാദം പൂർണ്ണമായ കളവാണ്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് കുറച്ച് പഴയ പ്രാർത്ഥനയാണ്. ഓൽക്ക് പിന്നീട് 2000 ആണ്ടായപ്പോൾ തിരിച്ചറിവുണ്ടായി, ഓലിപ്പോ പ്രാർത്ഥന നിർത്തി എന്നൊക്കെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഇപ്പോഴും 2019 മുതൽ 2025 കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെയുള്ള പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് AP സുന്നി വിഭാഗത്തിന്റെ മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളിയിലെ ഉൾപ്പെടെ ഒരു 3-4-5 എണ്ണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിന്റെ ഇടയിൽ ഞങ്ങളിപ്പോ അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല എന്ന് ഈ പറയുന്ന പേരോട് സഖാഫി പറയുകയും ചെയ്യും. അതുകൊണ്ട് പണ്ട് പ്രാർത്ഥിച്ചാണ്, അത് ഞങ്ങളെ വിവരമില്ലാത്ത കാലത്ത് പ്രാർത്ഥിച്ചാണ്, ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല എന്ന വാദമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ദൈവം കൂടി കേട്ടു. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر جيوش المسلمين وعساكر الموحدين وفك أسر المأسورين ودمر أعداءك وأعداء الدين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത്, സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر جيوش المسلمين وعساكر الموحدين وفك أسر المأسورين ودمر أعداءك وأعداء الدين
അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലവും കഴിഞ്ഞ കൊല്ലവും അതിന് മുന്നത്തെ കൊല്ലവും ഒക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിലെ ഖുതുബയിൽ രണ്ടാമത്തെ ഖുതുബക്ക് ശേഷം അമീറുൽ മുഅ്മിനീന അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ് തുടങ്ങി അലി ബിൻ അബി താലിബും ഹംസത്തുൽ ഖറാറും ഒക്കെ പറഞ്ഞ് മുഹമ്മദ് നബിന്റെ കുടുംബത്തിന്റെ മേലെ എല്ലാവരുടെ മേലിലും സലാത്തൊക്കെ ചെല്ലിയതിനു ശേഷം പ്രാർത്ഥിച്ചു തുടങ്ങുന്ന പ്രാർത്ഥനയിലെ ഒരു പ്രധാന ഭാഗമാണ്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന പേരോട് നേതൃത്വം കൊടുക്കുന്ന AP സമസ്തയിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഇവർ കാലോചിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കണം, മുശ്രിക്കീങ്ങളെ അപമാനിതരാക്കണം, അതില്ല ഷിർക്ക് വൽ മുശ്രിക്കീൻ എന്നൊക്കെ പറയുന്നതിന് കൂടെ അതില്ല ബിദ്അത്തുകാരെയും കൂടിയും ഇതിനെ കൂടെ കൂട്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്നിട്ട് ഈ പേരോടാണ് പറയുന്നത് ഇത് മുജാഹിദുകൾ സുന്നികൾക്കെതിരെ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് എന്ന്. വാസ്തവത്തിൽ ഈ പ്രാർത്ഥന, ഈ അതില്ല ചേർത്തിട്ടുള്ള പ്രാർത്ഥന മുജാഹിദുകൾ സുന്നികൾക്കെതിരെ എവിടെയും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പകരം സുന്നികൾ മുജാഹിദുകൾക്കെതിരെയും ജമാഅത്തുകാർക്കെതിരെയും തബ്ലീഗർക്കെതിരെയും ബാക്കിയുള്ള ആൾക്കാർക്കെതിരെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു. ഇതൊക്കെ ഏതോ ആൾക്കാർ അവരുടെ ഒരു ആവേശപ്പുറത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഇവരിങ്ങനെ പറയുമ്പോൾ നോക്കുങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ഈണത്തിൽ പറയുമ്പോ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക വഅദാഅദ്ദീൻ എന്നിങ്ങനെ ഈണത്തിൽ പറയുമ്പോ ഇതെന്തോ മഹാസംഭവം ബൈത്തായിട്ട് ഇങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് ഭയങ്കര കാവ്യാത്മകമായിട്ട് ഇങ്ങനെ മൊലിയാർ ദുആർക്കുമ്പോ ആമീൻ ആമീൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ ഈണവും താളവും മാത്രമാണ് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് മനസ്സിൽ നിൽക്കുക. എന്നാൽ ഇതൊരു പ്രാക്കാണെന്നും ഇത് മനുഷ്യരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്നും ഇത് സഹജീവികളെ അപമാനിതരാക്കണമേ എന്ന പ്രാർത്ഥനയാണെന്നും മുസ്ലിമിനെ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ ഇസ്ലാം അംഗീകരിക്കാത്തവരൊക്കെ നശിപ്പിക്കണേ എന്ന പ്രാർത്ഥനയാണെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിശ്വാസികളെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല. അറിഞ്ഞാൽ അവർ അനാമയും പറയില്ല. അങ്ങനെ മനസ്സുള്ള ആൾക്കാരും വിശ്വാസികൾക്കിടയിലുണ്ട്. അപ്പൊ അവർ ചിന്തിക്കുക, നിങ്ങൾ ഇത്ര കാലം പ്രാർത്ഥിച്ചത് ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മളിത് പ്രശ്നവൽക്കരിച്ചപ്പോ ഉസ്താദ് വന്നിട്ട് പറയാണ് ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുജാഹിദുകൾ സുന്നികൾക്കെതിരെ ഉണ്ടാക്കിയതല്ല. സുന്നി പള്ളികളിൽ ഇതിനെ വിപുലീകരിച്ച് ഈ പ്രാർത്ഥനയിൽ മുജാഹിദുകളെയും ജമാഅത്തുകാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ബിദ്അത്തിന്റെ ആൾക്കാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാർത്ഥന പരിഷ്കരിച്ചിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വേറൊരു പള്ളിയിലാണ്, വീഡിയോ കിടക്കുന്ന രീതിയിലാണ് അവരങ്ങനെയാണ് യൂട്യൂബിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താണ്. ഞാൻ ഇനി അതിന്റെ വീഡിയോയുടെ ആ ചാനലും അതിന്റെ ഡേറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോ ആണ്, മീൻസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ അത് കേട്ടോളൂ. ഈ അതില്ലൽ ബിദ്അത്ത വല്ലലാലി എന്നൊക്കെ പറഞ്ഞാല് അത് ഈ സുന്നികള് മുജാഹിദുകൾ ജമാഅത്തുകാരൊക്കെ പറയൂട്ടോ. അവരെയും നിന്ദ്യരാക്കണേ, അവരെയും തകർക്കണേ, അവരെയും തോൽപ്പിക്കണേ എന്നാണ് പ്രാർത്ഥന. അപ്പൊ ഇത് സുന്നി പള്ളികളിൽ AP സുന്നി പള്ളികളില് മുജാഹിദുകളെ ജമാഅത്ത് ഇസ്ലാമികളെയും കൂടെ ചേർത്തിട്ട് ഈ മുശ്രിക്കുകൾക്ക് കൊടുക്കുന്ന അതേ സാധനം ഇവിടെ ഇവർ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സുന്നികള്, ഈ മൊലിയമാരാണ് പറയണത് ഇത് മുജാഹിദുകൾ സുന്നികൾക്കെതിരെ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ്. നോണ പറയുന്നതിനൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ, പേരോടെ വേണ്ടേ? വെറുതെ ആണ് നിങ്ങൾ കുട്ടികളോട് വിമർശകരെ കേൾക്കരുത് എന്ന് പറയുന്നത്? വെറുതെ അല്ല നിങ്ങൾ അത് പറയണത്. അതിലേക്ക് നമുക്ക് വരാം. ഇതിന്റെ ബാക്കി പ്രാർത്ഥന ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോളി. അല്ലാഹുമ്മ ശത്തിത് ശംലഹും വഫരിഖ് ജംഅഹും വസൽസിൽ അഖ്ദാമഹും. ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ വിശ്വാസികളെ? കേട്ടിട്ടില്ലേ? നിങ്ങളിതൊന്നും കേട്ടിട്ടില്ലേ? ശത്തിത്ത് ശംലഹും ഫരിഖ് ജംഅഹും ഒന്നും കേട്ടിട്ടില്ല? നമ്മളൊക്കെ എങ്ങനെ ആമീൻ പറഞ്ഞത്? അല്ലാഹുമ്മ ശത്തിത്ത് ശംലഹും ആമീൻ വഫരിഖ് ജംഅഹും ആമീൻ വസൽസിൽ അഖ്ദാമഹും ആമീൻ. ഈ ഓരോ വാക്കിനും നിങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ കുട്ടൻസ് തിരിയുന്ന കാലത്തിന് മുൻപ്
ഇനി ആ പ്രാർത്ഥന പോലും അപൂർണമാണ്, അല്ലെങ്കിൽ ഇതിന്റെയും വികസിത രൂപങ്ങൾ ലഭ്യമാണ്. മക്കയിലും മദീനയിലൊക്കെയുള്ള ഹറം പള്ളികളിൽ നിന്ന് ഇതിനേക്കാളും മാരകമായിട്ടുള്ള, ഭീകരമായിട്ടുള്ള, മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രാർത്ഥനകൾ, ശാപപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിലേക്കൊക്കെ ഞാൻ തെളിവ് തരാം. അപ്പൊ ദമ്മിർ ആദാക്ക വാദാദീനും കഴിഞ്ഞ് ശക്തിത്ത് ശംലഹും ഫരിഖ് ജമ്മഹും എത്തിയില്ലേ? ഇനിയുണ്ട് കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് അറബി ഒട്ടും തിരിയാത്തവർക്ക് ഇത് കാര്യം മനസ്സിലാവില്ല. അറബി കുറച്ചറിയുന്നവർക്ക്, അല്ലെങ്കിൽ അറബി പിന്നീട് പഠിക്കാൻ ശ്രമിച്ചവർക്ക് കാര്യം മനസ്സിലാവും. കേട്ടോളി. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അതിന് പകരം അല്ലാഹുമ്മ അഇസ്സൽ അഹ്ലസ് സുന്നത്തി വൽ ജമാഅ വഅദിൽ ബിദ്അത്തി വൽ ളലാല. അതാരാ? മുജാഹിദുൽ ജമാഅത്ത്. കേട്ടോ? എന്നിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയാണ്, ഇത് മുജാഹിദുകളെ സുന്നികളെ ശിർക്കന്മാരാക്കിയിട്ട് ഓൽക്കെതിരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്തിനാണ് ഇങ്ങനെ വിശ്വാസികളെ പറ്റിക്കുന്നത്? എന്തിനാണ് വിശ്വാസികളെ കബളിപ്പിക്കുന്നത്? എന്തിനാണ് നുണ പറയുന്നത്? ഈ വിമർശിക്കാനിരിക്കുന്നവർക്കൊന്നും തീരെ അറബി തിരിയില്ല എന്ന ഒരു ധാരണ പുറത്താണ് പല മൂല്യന്മാർ പടക്കുന്നതെന്നും, പലരും നമ്മളെ നേരെ മാത്രം വരാതെ ബാക്കിയുള്ളവർക്ക് കൂടിയൊക്കെ വെല്ലുവിളിച്ചായിട്ട് നടക്കുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് തിരിയും. കാരണം 5ാം ക്ലാസ് KNM-ന്റെ മദ്രസയിലെ അറബി പഠിച്ചിട്ട് ഇസ്ലാം വിൽക്കാൻ നടക്കുന്ന ആൾക്കാർക്ക് ഒരു 7ാം ക്ലാസ് എങ്കിലും സുന്നി മദ്രസയിൽ മര്യാദക്ക് സർഹുനാവൊക്കെ പഠിച്ചിട്ട് പിന്നെ കിതാബ് അർത്ഥം വെച്ച് പഠിച്ച് മുന്നോട്ട് വന്ന അറബി കുറച്ച് അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റൂലാത്തതുകൊണ്ടാണ്, ഗതികേട് കൊണ്ടാണ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ചില മുജാഹിദുകളൊക്കെ ഈ പേരോടിനെ തിന്നാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു പറയണത് ഇത് പേരോടിന്റെ എന്തോ പ്രസംഗമാണ്, ഇത് സുന്നികളുടെ എന്തോ പ്രസംഗമാണ്. ഇവിടെ പേരോട് ഇപ്പൊ നുണ പറയാണ്. പേരോടിന്റെ പഴയ ആൾക്കാരൊക്കെ ഈ പേരോടിന്റെ ഷെയ്ഖു AP ഒക്കെ ഈ പ്രസംഗിക്കുന്നത് എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ പേരോടിനെ ചീത്ത വിളിക്കുന്ന തിരക്കിലാണ് മുജാഹിദുകൾ. പിന്നെ നമ്മളെ കമന്റ് ബോക്സിൽ ആരോ പറയുന്നത് ഈ മുജാഹിദുകൾ ഇങ്ങനത്തെ ഒന്നുമില്ല, ഒരു അങ്ങാടി നിലവാരം ചർച്ച ചെയ്തിട്ട് ഇറങ്ങിപ്പോരാണെന്ന്. അല്ല, ഇത് മുജാഹിദുകളും നമ്മുടെ കേരളത്തിലെ പള്ളിയിലെ ഖുതുബകളുടെ അവസാനം ഒരു ചെറിയ പൊട്ടും പൊടിയായിട്ടാണെങ്കിലും ഇവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ സുന്നിയുടെ കാര്യം കഴിഞ്ഞാലോ, നമുക്ക് മുജാഹിദുകളുടെ പ്രാർത്ഥന കേൾക്കാം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا تقبل منا انك انت السميع العليم إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وكفر عنا. അപ്പൊ മുജാഹിദുകളിൽ കിട്ടിയാലോ? ഇനി ഇത് കേരളത്തിൽ വിവരമില്ലാത്ത ഏതോ മൂല്യന്മാരുണ്ടാക്കിയ പ്രാർത്ഥന എനിക്ക് തോന്നുന്നുണ്ടോ? ഇത് ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ആദ്യകാലം മുതലുള്ള മക്കയിലെയും മദീനയിലെയും ഹറമുകളിലെ, അതായത് കഅബയിൽ ഉൾപ്പെടെ ജുമുഅയ്ക്ക് ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതിന്റെ വീഡിയോകൾ പഴയത് മുതൽ പുതിയ കാലം വരെയുള്ള വീഡിയോ ക്രമത്തിൽ ഒരു 3-4 എണ്ണം സാമ്പിൾ ആയിട്ട് ഞാൻ കേൾപ്പിക്കാം. അപ്പൊ ഇത് സുന്നികൾ മുജാഹിദുകളുടെ തലയിലും മുജാഹിദുകൾ സുന്നികളുടെ തലയിലും, അല്ലെങ്കിൽ ഇത് വിവരമില്ലാത്ത ആരോ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രാർത്ഥനയാണ് എന്ന മട്ടിലൊന്നും വ്യാഖ്യാനിച്ച് ന്യായീകരിച്ച് വരണ്ട. ഇന്റർനാഷണൽ ആയിട്ട് ഇസ്ലാമിന്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിലെ മക്കയിലെ ഹറം പള്ളികളിൽ പോലും ഈ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞവരായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനു ശേഷം ഈ വീഡിയോ കാണുന്നവരിൽ ഒട്ടുമിക്ക പേര്. അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിന്റെ ഇന്റർനാഷണൽ പള്ളികളിലെ ഇമാമുമാര് എന്താ പ്രാർത്ഥിക്കുന്നത്, അവരിത് പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്ക് കേൾക്കാം. നമ്മൾ ശ്രദ്ധിക്കണം, ഈ കരഞ്ഞോണ്ട് നിലവിളിച്ചോണ്ട് ആമീൻ പറയുന്ന പാവങ്ങൾക്ക് ഇത് എന്താ പറയുന്നത് പോലും ചിലപ്പോൾ അറിയുണ്ടാവില്ല. പല നാട്ടിൽ നിന്ന് പല ഭാഷ സംസാരിക്കുന്നവർ ചെന്നിട്ട് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നിലവിളിക്കുന്നത്? കഅബയിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന നിലവിളി, ആമീൻ പറച്ചിലും പ്രാർത്ഥനകളൊക്കെ അതൊക്കെ ഓർമ്മയായി. ഇപ്പൊ ഒന്നും അത്ര വൈകാരികമായിട്ടുള്ള പ്രാർത്ഥനകളില്ല. നിങ്ങൾ പഴയ ഹറമിലെ ദുആ എന്ന്, അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡേ ഖുതുബ അല്ലെങ്കിൽ ദുആ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓൾഡ് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും മനുഷ്യന്മാരുടെ മാനസികാവസ്ഥ കണ്ടിട്ട്. നരകപ്പേടിയിൽ തിളപ്പിച്ചു നിർത്തിയ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കരയിപ്പിക്കുന്ന ദുആ കാണാൻ പറ്റും. അതിന്റെ ഒരു മിനി വേർഷനാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. കേരളത്തിൽ പേരോട് പ്രാർത്ഥന നടത്തുന്ന സകലയിടത്ത് നിങ്ങൾ പോയി നോക്കോ, കള്ളക്കരച്ചിലിന്റെ ആശാനാണ് പേരോട്.
കരഞ്ഞ് കരഞ്ഞ് മൂക്ക് പിഴിഞ്ഞ് കയ്യിലും കാലിലുള്ള സ്വർണം മുഴുവൻ വയലിന് വന്ന പെണ്ണുങ്ങളുടെ ഊരി ബക്കറ്റിൽ വാങ്ങാൻ കെൽപ്പുള്ള അത്രയും വലിയ അഭിനേതാവാണ്, അത്രയും വലിയ നാട്യക്കാരനാണ് പേരോട്. ആ വൈഭവത്തിൽ പേരോട് നാട്ടുകാരോട് നുണ പറയാണ്, വിശ്വാസികളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടോളൂ. المشركين ودمر أعداء الدين واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين واجعل اللهم هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ഇത് മക്കയിലും മദീനയിലൊക്കെ ഉള്ള പല പള്ളികളിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ പണ്ട് മുതൽ ഇതുവരെയുള്ള രൂപമാണ്. അപ്പൊ ഇത് മുജാഹിദുകൾ ഉണ്ടാക്കി സുന്നികൾക്കെതിരെ പ്രാർത്ഥിച്ചതോ സുന്നികൾ മാത്രമായിട്ട് എന്തോ കണ്ടെത്തിയതോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമോ ഒന്നുമല്ല. ഇത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും മുസ്ലിമീങ്ങളല്ലാത്ത അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാത്തവർക്കെതിരെ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഭരണകൂടങ്ങൾക്കെതിരെ അത്തരം സാമൂഹ്യ സംവിധാനങ്ങൾക്കെതിരെ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശങ്ങൾക്കെതിരെ രാജ്യങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആമീൻ പറയുന്ന പലർക്കും ഇതിന്റെ അർത്ഥം അറിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അറബ് നാടുകളിലൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന അറിയാം. ഈ അടുത്ത കാലത്തായിട്ട് സൗദി അറേബ്യയിലെ പല പള്ളികളിലും കേരളത്തിൽ തന്നെ ചില പള്ളികളിലും അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതിന് ശേഷം അതില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ എന്ന ഭാഗം പ്രാർത്ഥനയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് പല പള്ളികളിലും അത്തരം പ്രാർത്ഥനകൾ ചിലരെങ്കിലും ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. അതില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ എന്ന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ദമ്മിർ അഅദാക വഅദാദീനും ചിലവരൊക്കെ പറയാതെ മാറ്റിവെക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. മറ്റു മനുഷ്യരെ വിശ്വാസത്തിന്റെ പേരിൽ അവരെ ശപിച്ചുകൊണ്ട് ഒരു കാരുണ്യവാനായ ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ, ആരാധനയിൽ ശാപവാക്ക് പറയുക എന്നത് പറഞ്ഞാൽ അതിലും മേലത്തെ ഒരു ഏർപ്പാട് പറയുന്നതാണ്. ഇസ്ലാം ദൈവത്തിൽ നിന്നല്ല എന്ന് പറയുന്നതിന് പകരം ഇസ്ലാം പിശാചിൽ നിന്നാണോ എന്നാരെങ്കിലും ദൈവവിശ്വാസികൾ സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും ഇത് ദൈവത്തിന്റെ നല്ല ഇത് പിശാചിന്റെ മതമാണ് എന്ന് സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ജാതി പ്രാർത്ഥനകളാണ്. അതാണ് നിങ്ങൾക്ക് മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഗതികേട് കൊണ്ടാണെങ്കിലും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിൽ തിരുത്താൻ ശ്രമിക്കുന്നതിൽ, നുണ പറഞ്ഞിട്ടാണെങ്കിലും ഇനിയെങ്കിലും ഈ പ്രാർത്ഥന ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിൽ അതിനെ ഞാൻ പോസിറ്റീവ് നോട്ടിൽ എടുക്കുകയാണ്. പക്ഷേ കളവ് പറഞ്ഞത് പേരോടാണ്, പേരോട് നുണ പറയുകയായിരുന്നു. ഇവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും അറിയാം ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാത്ത ഒറ്റ വിശ്വാസിയും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതാണ് വസ്തുത. ഇനി ഞാൻ കുറച്ചുകൂടി കാഠിന്യമുള്ള ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ദമ്മിർ അഅദാന വഅദാക വഅദാദീനും അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീനും അതില്ല ശിർക്ക് വൽ മുശ്രിക്കീനും ഒക്കെ അപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് ഉള്ള ജനവിഭാഗങ്ങളെ ഏതെങ്കിലും ഇസ്ലാമിക സമൂഹം പ്രതിസന്ധിയിലാകുമ്പോഴോ യുദ്ധസമയത്തോ ഒക്കെയാണ് എന്ന് പറയപ്പെടാറുണ്ടെങ്കിലും അത്തരം അവസരങ്ങളിലാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരെയൊക്കെ ഉന്നം വെച്ചിട്ടാണ്, ആരെയൊക്കെ ശപിച്ചിട്ടാണ്, എത്ര ഭീകരമായിട്ടുള്ള മാനസികാവസ്ഥയാണ് ഇവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. അർത്ഥമറിയാതെ ആമീൻ പറയുന്നവർ പോലും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളിലേക്ക് ഞാൻ ചെറിയ ഇൻഫർമേഷൻസ് തരാം. അപ്പോ അതിലേക്ക് നമ്മൾ പോവാണ്. اللهم آمنا في أوطاننا اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. ഈ ഭാഗം വരെ നിങ്ങൾ പല പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടാവും. ഇനി അങ്ങോട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കോ. അത് അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ വിശദമായിട്ട് പറയാം. اللهم اعز الاسلام وانصر المسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم من ارادنا واراد الاسلام والمسلمين بسوء فاشغله بنفسه واجعل تدبيره تدميره يا سميع الدعاء. اللهم عليك باعدائنا اعداء الدين. اللهم فرق جمعهم وشتت شملهم واجعل دائرة السوء عليهم يا قوي يا متين يا رب العالمين. ശംലഹും വരെയൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഈ പ്രാർത്ഥനയുടെ വേറെ ഒരു രൂപമുണ്ട്. ഇതൊരു കുനൂത്തു നാസില എന്ന് പറയുന്ന ഒരു കുനൂത്തിന്റെ ഭാഗമായിട്ട് പല സാഹചര്യങ്ങളിലും മക്കയിലും മദീനയിലുള്ള ഹറമുകളിൽ വരും. ഇത് പൂർണ്ണമായോ ഭാഗികമായോ ചില ഭാഗങ്ങൾ മാത്രമായിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ കുനൂത്തിന്റെ ഏകദേശ രൂപം, പൂർണ്ണ രൂപം ഞാൻ നിങ്ങൾക്ക് തരാം. അതില് എത്ര മാരകമായിട്ടുള്ള മാനസികാവസ്ഥയാണ് ഈ പ്രാർത്ഥന എഴുതിയവൻ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ പേറുന്നത് എന്ന് ഏതൊരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 1-2 വർഷമായിട്ട് പദ്ധതി ഇട്ട് പ്ലാൻ ചെയ്ത്
നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഈ ഇതിൽ കിടക്കുകയാണ്. മുജാഹിദ് സെന്ററും സുന്നി സെന്ററും ഒക്കെ ഉള്ളതുപോലെ നമുക്കൊരു മുർത്തദ് സെന്റർ ആവശ്യമുണ്ട് എന്നതാണ് തോന്നൽ. ഈ ഇരിക്കുന്ന ഈ ബെഡ്റൂമിന്റെ ഈ മൂലയിൽ നിന്ന് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മാറുക. നമുക്കും ആരെങ്കിലൊക്കെ വെല്ലുവിളിക്കുമ്പോൾ എന്നാ സ്റ്റുഡിയോക്ക് വാടാ എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കുക. അതിൽ നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഒരു പുസ്തകരചന പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ട ഒരു ചെറിയ പുസ്തകരചന, ആദ്യത്തെ പുസ്തകരചനയിലേക്ക് കടക്കുക. വീഡിയോകൾ കുറച്ചുകൂടി നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോകൾക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ അതിനു പുറമെ ആളുകൾക്ക് ഈ വിഷയങ്ങളിൽ അവഗാഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അറിവും അനുഭവവും നമ്മളുടെ അന്വേഷണവും ചിന്തയും ക്രമാനുഗതമായി വിഷയബന്ധിതമായി മുർത്തദ് എന്ന് പറയുന്ന നമ്മൾ തുടങ്ങി വെച്ച ആ ചാനൽ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കി ഒരു 3-4 വിഭാഗമായിട്ട് ഓരോ വിഭാഗത്തിലും ഒരു മാസം ഒരു വീഡിയോ എങ്കിലും എന്ന രീതിയിൽ പിന്നീട് വരുന്ന ആളുകൾക്ക് റെഫറൻസായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വീഡിയോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ, സ്റ്റുഡിയോ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ അതിനുവേണ്ടി സ്പേസ് എടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സ്പേസ് ഏകദേശം കണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം എക്യുപ്മെന്റ്സ് ഉണ്ട്. കുറച്ചെന്നാലും നമ്മളൊരു സ്റ്റുഡിയോ സംവിധാനത്തിലേക്ക്, സെറ്റപ്പിലേക്ക് മാറുമ്പോൾ നമുക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഡി ദഅവ തുടങ്ങിയിട്ടുള്ള ക്യാമ്പയിനൊക്കെ തുടങ്ങേണ്ടത്. ഏതെങ്കിലും ആളുകളുമായിട്ടുള്ള മീറ്റിങ്ങുകളോ പോഡ്കാസ്റ്റുകളോ ഇന്റർവ്യൂസോ ഒക്കെ ചെയ്യണമെങ്കിൽ അത്തരം ഒരു കേന്ദ്രം ആവശ്യമാണ് എന്ന ഒരു തോന്നലിൽ നിന്നാണ് അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഉദ്യമത്തിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാം. വിശദാംശങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുള്ളവർക്ക് അതിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ ലക്ഷ്യവും മാർഗവും ഒക്കെ കൃത്യമായി ബോധ്യമുള്ള ആളുകൾ, ഈ ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസവും അതിൽ താല്പര്യമുള്ളവർ, അതിൽ സഹകരിക്കാനോ സഹായിക്കാനോ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാസം ഒരു ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച്, മീൻസ് അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ച് അതിലേക്ക് പ്രവർത്തനം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ ഒരു പ്രാർത്ഥനയുടെ ഏകദേശം പൂർണ്ണ രൂപം ഞാൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. എത്ര മാരകമായിട്ടുള്ള ഇത് എല്ലാ മുസ്ലിങ്ങളും എല്ലായിടത്തും എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, യുദ്ധ സന്ദർഭം എന്നൊക്കെ ഇവർ പറയുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇവർ പറയപ്പെടുന്നതെങ്കിലും അവിടെ പോലും പ്രാർത്ഥിക്കാൻ, ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ കഴിയുമോ ഒരു സാധാരണ മനുഷ്യന്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രാർത്ഥനകളാണ് അതിലുള്ളത്. അപ്പൊ ആ വിഷയത്തിലേക്ക് ഞാനത് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഡിസ്പ്ലേ തരാം. ഇതിലും നിങ്ങൾ കേട്ട കുറെ ഭാഗങ്ങൾ ഉണ്ടാകും. ഈ പ്രാർത്ഥനയിൽ പറയുന്നത് വസൽസിൽ അഖദാമഹും, ഇതൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ അർത്ഥം വെച്ച് വഫരീഖ് ജമഹും വശത്തിത്ത് ശംലഹും ഖല്ലിഫ് ബൈന കലിമാത്തിഹിം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയുടെ അവസാനം പറയും നോക്കൂ, അല്ലാഹുമ്മ യത്തുമ്മു അത്ഫാലഹും എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അള്ളാഹുവെ അവരുടെ സംഘത്തെ നീ ഭിന്നിപ്പിക്കണമേ, അവരുടെ ഐക്യം നീ തകർക്കണമേ, അവരുടെ വാക്കുകളിൽ നീ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് അവരെ ഭിന്നിപ്പിക്കണമേ, അവരുടെ പാദങ്ങളെ നീ വിറപ്പിക്കണമേ, അള്ളാഹുവെ അവരുടെ ഹൃദയങ്ങളിൽ നീ ഭയം ഇട്ട് കൊടുക്കണമേ, അവരുടെ വീടുകളെ നീ തകർക്കണമേ, അവരുടെ കെട്ടിടങ്ങളെ നീ നശിപ്പിക്കണമേ. അതും കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഭാഗം നോക്കൂ, അവരുടെ കുട്ടികളെ നീ അനാഥരാക്കണമേ എന്ന് പറഞ്ഞാൽ അവരുടെ പിതാക്കളെ നശിപ്പിക്കണേ, അവരുടെ സ്ത്രീകളെ നീ വിധകളാക്കണമേ എന്ന് പറഞ്ഞാൽ അതന്നെ, അവരുടെ ഗർഭപാത്രങ്ങളെ നീ വന്ധ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയില്ലാതെ നശിച്ചു പോകണമേ എന്ന തരത്തിലുള്ള പ്രാർത്ഥന. ഇത്തരം പ്രാർത്ഥനകളൊക്കെ ഈ കുനൂത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം പ്രാർത്ഥനകളൊക്കെ ഇവരുടെ പുസ്തകങ്ങളിലുണ്ട്. ഇവിടെ അദ്കാറുകൾ എന്ന് പറയുന്ന ശേഖരങ്ങളിൽ ഇത്തരം പല പ്രാർത്ഥനകളും ഉണ്ട്. അപ്പോ ചില ആൾക്കാർ പറയും, ഇതൊക്കെ എവിടെ, ഇതൊന്നും ഇല്ല, ഇതൊന്നും അങ്ങനെയില്ല, ഇതൊക്കെ ആരോ പിന്നുണ്ടാക്കിയതാണ്, പിന്നെ അവിടുന്ന് ഇവിടുന്ന് എടുത്തതാണ്. ഒന്നുമല്ല, ഇതൊക്കെ അള്ളാഹുവിന്റെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ സ്വഭാവമാണ്. ഇതേ രൂപത്തിൽ ഇത് ഖുറാനിലില്ല എന്ന് മാത്രം നിങ്ങൾക്ക് അവകാശപ്പെടാം. പക്ഷെ എല്ലാം ഖുറാനിലുള്ളതല്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കൂ, കുട്ടികളെ അനാഥരാക്കണേ, വിധവകളെ, അവരെ ഭാര്യമാരെ വിധവകളാക്കണേ, അവരുടെ ഗർഭപാത്രങ്ങള് ആവശ്യമില്ലാത്തതാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ, അവരുടെ വീടുകളും കെട്ടിടങ്ങളും തകർക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ആലോചിച്ചു. ഏത് യുദ്ധ സന്ദർഭത്തിൽ, ഏത് ശത്രുവിന്റെ മുന്നിൽ ഉള്ള പ്രാർത്ഥനയാണെങ്കിലും ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇതിനൊക്കെ വിശ്വാസികൾക്ക് ആമീൻ പറയാൻ കഴിയുമോ? വിശ്വാസികളിൽ പലരും ഇത്തരം പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ ആമീൻ പറയുന്നത് ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ല. അപ്പൊ ഇതൊക്കെ ആളുകൾ അറിയേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ ശത്രുപക്ഷത്ത് നിർത്തി അവരെ മുഴുവൻ പ്രശ്നവൽക്കരിച്ച് അവരൊക്കെ പ്രശ്നക്കാരാണ്, അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തിയിട്ടല്ല.
തിരിച്ചറിവുണ്ടാവാൻ അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയാതെ നിൽക്കുന്ന മനുഷ്യരെ ആ തിരിച്ചറിവിലേക്ക് നയിക്കുക എന്നതാണ് നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. അപ്പൊ അത് ചിന്താപരമായിട്ട് അവരെ ഉണർത്തുക, അവരെ ചിന്തകളെ പ്രകോപിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം. അപ്പൊ ആ പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ അതിലെ ഒരു 2 ഖുർആൻ വചനം, ഇത് കേവലമായിട്ട് മൂല്യന്മാർ തൊളയിൽ തോന്നിയ പോലെ പ്രാർത്ഥിക്കല്ല, ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് ഖുർആനിൽ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ള ഒരു ആയത്ത് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് നൽകാം. ഇത് സൂറത്ത് നൂഹിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 71-ാമത്തെ അധ്യായത്തിലെ 26-27 വചനങ്ങളാണ്. നൂഹ് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഭൂമുഖത്ത് സത്യനിഷേധികളിൽപ്പെട്ട ഒരു പൗരനെയും നീ വിട്ടേക്കരുതേ. സത്യനിഷേധികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നീ നശിപ്പിക്കണമേ എന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചതായിട്ട് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. 17-27 പറയുന്നതാ, തീർച്ചയായും നീ അവരെ വിട്ടേക്കുകയാണെങ്കിൽ നിന്റെ ദാസന്മാരെ അവർ പിഴപ്പിച്ചു കളയുകയും ദുർവൃത്തനും സത്യനിഷേധിക്കുമല്ലാതെ അവർ ജന്മം നൽകുകയുമില്ല. ഈ പ്രാർത്ഥന ഈ 2 ഖുർആൻ വചനങ്ങളുടെ ആശയം തന്നെയാണ് അവരുടെ വീടുകൾ നീ പൊളിക്കണമേ, അവരുടെ കുഞ്ഞുങ്ങളെ അനാഥമാക്കണമേ, അവരുടെ ഭാര്യമാരെ വിധവകളാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഈ ആയത്തിന്റെ ആശയ തലത്തിൽ അകത്ത് ഒതുങ്ങി നിൽക്കും എന്നാണ്. അപ്പൊ ഇത് ഖുർആനികമായിട്ട് അടിസ്ഥാനം ഉള്ളത്, മുഹമ്മദിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്താവുന്നത്, ഇസ്ലാമിന്റെ മനുഷ്യരോടുള്ള പൊതു സമീപനത്തിന്റെ പ്രതിഫലനമായിട്ട് വരുന്നത്, അങ്ങനെ രൂപപ്പെടുന്നതും വികസിക്കുന്നതും പ്രചാരത്തിലിരിക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഇപ്പൊ നമ്മളൊക്കെ ഇതെടുത്ത് പുറത്തിടുകയും ഇത് വലിയ ചർച്ചയാവുകയും വിശ്വാസികൾക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോൾ ഇതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ആ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഇത് തുറന്നു സമ്മതിക്കുകയും ഇതിൽ തിരുത്തൽ വരുത്തണം എന്ന് ഒരു തോന്നലുണ്ടാവുകയും ഞങ്ങളൊന്നും പ്രാർത്ഥിക്കാറില്ല എന്ന് നുണ പറഞ്ഞിട്ടാണെങ്കിലും അത് തെറ്റാണ് എന്ന് തുറന്നു സമ്മതിക്കുകയും കുറ്റസമ്മതം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. തെറ്റ് സംഭവിച്ചത്, ചെയ്തു പോയ മോശത്തരങ്ങൾ എല്ലാവരും ഏറ്റുപറഞ്ഞിട്ടൊന്നും സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നുണ പറഞ്ഞിട്ടായാലും ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ഈ പൊതുസമൂഹത്തിലെ ഇതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് പേരോട് വർത്തിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പേരോട് ഇത് പറയുമ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല എന്ന് നുണയാണെങ്കിലും വിശ്വാസികൾക്ക് ഇത് കേൾക്കുന്നവർക്കറിയാം, ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ പോലും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല എന്ന് പേരോട് പറയുമ്പോൾ ആ പ്രാർത്ഥന തെറ്റായിരുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് വിശ്വാസി സമൂഹം എത്തുകയാണ്. അവിടെ ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്, അവിടെ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിലേക്കാണ് നിങ്ങളുടെ പിന്തുണ ആവശ്യമായിട്ടുള്ളത്. ആ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരെയും എല്ലാ കാലത്തും ശത്രുപക്ഷത്ത് നിർത്തി എല്ലാവരെയും പ്രശ്നക്കാരാക്കി എല്ലാവരെയും ചീത്ത വിളിച്ചും തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും പുലഭ്യം പറഞ്ഞും നമ്മൾ പറയുന്ന അഭിപ്രായത്തെ അംഗീകരിക്കാത്തവരെ മുഴുവൻ തെറി വിളിച്ചും അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനമല്ല. നമ്മൾ ഈ തിരിച്ചറിവിലേക്ക് പതിയെയാണെങ്കിലും അറച്ചറച്ചാണെങ്കിലും ഈ തിരിച്ചറിവിലേക്ക് ഈ ഒരു സമൂഹത്തെ, ഒരു ജനതയെ ഉണർത്തുക എന്നത് മാത്രമാണ് സാമൂഹികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പല വ്യക്തിപരമായിട്ടുള്ള എടുക്കുന്ന പല തീരുമാനങ്ങളിലൊക്കെ പലർക്കും പല വിയോജിപ്പുകൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഈ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള മാറ്റമാണ്. ഇത് മൂല്യര് നുണ പറഞ്ഞതാണെങ്കിലും ഇത് തിരിച്ചറിയുന്ന പൊതുസമൂഹം, സാധാരണ വിശ്വാസികൾ ഇത് തെറ്റാണ് എന്ന തിരിച്ചറിവിലേക്കാണ് എത്തുക. ഉസ്താദ് അത് ഞങ്ങൾ പ്രാർത്ഥിച്ചത് നാട്ടുകാർ പിടിച്ചല്ലോ എന്ന ഉസ്താദിന്റെ വൈക്ലഭ്യമോ ഉസ്താദിന്റെ ജാള്യതയോ അല്ല. ഇത് ഉസ്താദ് ഇപ്പൊ ഇങ്ങനെ പറയണമെങ്കിൽ ഇതെന്തോ മോശം കാര്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ എത്തും എന്നുള്ളതാണ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള വശം. ആ മാറ്റമാണ്, ആ തിരിച്ചറിവാണ് വിശ്വാസികളിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, കാലഹരണപ്പെട്ട മതനിയമങ്ങൾക്കെതിരെ ചിന്തിക്കാൻ വിശ്വാസികൾക്ക് പ്രേരണയുണ്ടാവുന്നത്. അങ്ങനെയാണ് ഗ്രന്ഥത്തിൽ എന്തുണ്ട് നോക്കിയിട്ട് ജനതയെ വിധിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഗ്രന്ഥത്തിലുള്ളത് എന്താണ് എന്ന് ആ ജനത തിരിച്ചറിയുകയും അതിൽ ഈ കാലഘട്ടത്തിന് ആധുനിക മനുഷ്യന് ചേരാത്തതിനെ തിരസ്കരിക്കാനുള്ള ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുകയും അതിനെ അപകടങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിനെ അവർ തന്നെ തിരസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ആ തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനത്തിലേക്ക് നമ്മൾ മുതിരുകയും അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. എല്ലാ മനുഷ്യരോടും എല്ലാ കാലത്തും സഹാനുഭൂതി നിലനിർത്തുക. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന ശുഭപ്രതീക്ഷയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ച്, വൈകാരികത മാറ്റിവെച്ച് നമ്മൾ ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റ മനസ്സായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വൈകാരികത പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ലാത്ത, വളരെ നൈമിഷികമായിട്ടുള്ള, ചിന്താപരമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വെറുപ്പ്, വിദ്വേഷം എന്ന് പറയുന്നത് ആരോടുള്ളതായാലും അത് തെറ്റാണ്, മോശമാണ്.
അത് മനുഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. സംസ്കാരശൂന്യമായിട്ടുള്ള തെറിവിളിയും അസഭ്യവും പുലഭ്യവും പറയുന്ന രീതി, അത് ആര് എന്തുദ്ദേശത്തിൽ എവിടെ പറഞ്ഞാലും അത് ആധുനികമായ മനുഷ്യന് ചേർന്ന പരിപാടിയല്ല, അത് സംസ്കാരമുള്ള മനുഷ്യന്റെ ലക്ഷണമല്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ഇങ്ങോട്ട് തെറി വിളിക്കുമ്പോൾ പോലും നമ്മൾ അവരോട് തെറി വിളിക്കാത്തത് അവരുടെ ആ ഒരു രീതിശാസ്ത്രത്തിൽ തെറ്റുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. അപ്പൊ എന്നെ തെറി വിളിക്കുന്നവനെ ഞാൻ തിരിച്ചു തെറി വിളിക്കാത്തത് ആ തെറി വിളിക്കുന്ന ആളുടെ സംസ്കാരത്തിലേക്ക് ഇറങ്ങി ചെല്ലാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അത് തെറ്റായ ഒരു രീതിയാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ്, എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് പറഞ്ഞിട്ട് നിർത്തുന്നു.